ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും വളരെ തിരക്കേറിയ ജീവിത ശൈലികളിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഒരു മെച്ചവുമില്ല. വർത്തമാന കാലഘട്ടത്തിൽ ഈശോ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്ന ഒരു ദൃശ്യാവിഷ്കാരം സെന്റ് ജോസഫ് ഇടവകയുടെ മാതൃവേദി അവതരിപ്പിക്കുന്ന മാർത്ത 2.0. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളവൻ പടകിലുണ്ട്. ദൈവമേ, ജോലികളൊന്നും കഴിഞ്ഞിട്ടില്ല. പണി തീർന്നായിരുന്നെങ്കിൽ എനിക്കും കൂടെ ഈശോയുടെ പ്രസംഗം കേൾക്കാൻ പോകാമായിരുന്നു. അതിനെന്താ വാർത്തേ, നമുക്ക് ഒരുമിച്ച് പോകാം. തീ കത്തിക്കാം, എന്നിൽ തീ കത്തിക്കാം, സ്വർഗീയ രാജാവെ തീ കത്തിക്കാം. നീ ഇവിടെ പാട്ടും പാടി തീ കത്തിച്ചാൽ പണി തീരുമോ? മറന്നുപോയോ? ഇന്നലെ നമ്മൾ യേശുവിനെ അത്താഴത്തിന് വിളിച്ചത്. അപ്പോൾ ഞാനും കൂടെ വന്നാൽ എങ്ങനെയാ? ഒരു 10-20 കൂട്ടം കറിയെങ്കിലും റെഡിയാകണ്ടേ? അപ്പവും ഫിഷ് മോളിയും വേണം, കപ്പയും മീൻ പറ്റിച്ചതും വേണം. മാർത്തേ, നമ്മുടെ ഈശോയ്ക്ക് ഇതൊന്നും വേണ്ട. കുറച്ച് കപ്പയും മീൻകറിയും മതിയെന്നേ. ഇത്തിരി ഏത്തപ്പഴം കൂടി ഉണ്ടെങ്കിൽ ഏറെ സന്തോഷം. ലാസർ ചാൻ ഇത് എങ്ങോട്ടാ പോകുന്നേ? യേശുവിന്റെ പ്രസംഗം ഇവിടെ ആലമ്പാടിയിൽ നടക്കുന്നത് മറന്നോ? ഇന്നലെ ജിൻസച്ച് ഗ്രൂപ്പിൽ അയച്ചത് കണ്ടില്ലേ? വലിയ അത്ഭുതവും രോഗശാന്തിയും അവിടെ നടക്കുന്നുണ്ട്. ലാസർ ചായ എനിക്കും വരണമെന്നുണ്ട്, പക്ഷെ കുക്കിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല. മരിയെ, നീ വാ, നമുക്ക് പോകാം പ്രസംഗം കേൾക്കാൻ. നിന്നെ പോകാൻ വരട്ടെ. ഇതെന്താ മാത്തേ, സൂപ്പർ മാർക്കറ്റ് മുഴുവനും ഉണ്ടല്ലോ. എന്താ ചായ? ഇവിടെ ചിക്കനില്ല, ബീഫില്ല, കപ്പയില്ല, ഏത്തപ്പഴം ഒട്ടുമില്ല. അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ഓ ശരി ശരി, പ്രസംഗം കഴിയുമ്പോൾ ഞാൻ വാങ്ങിയിട്ട് വരാം. എന്നാൽ ശരി ലാസറച്ചായ, നമുക്ക് പോകാം. മാർത്തേ, നീ വരുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ വാ. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. എല്ലാവർക്കും സമയമാകുമ്പോൾ ഭക്ഷണത്തിന് വന്ന് ഇരുന്നാൽ മതിയല്ലോ. എല്ലാവരും കൊടുത്തതിലും ഏറ്റവും ഭംഗിയായിട്ട് യേശുവിന് നമുക്ക് ഡിന്നർ കൊടുക്കണം. ഒട്ടും കുറയ്ക്കാൻ പാടില്ല. ഇവിടുത്തെ പണിയൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. നിങ്ങൾ പോയിട്ട് വാ. മാർത്തേ, യേശു ഗിരിപ്രഭാഷണത്തിൽ നമ്മെ എന്താ പഠിപ്പിച്ചത് എന്ന് നീ ഓർക്കുന്നുണ്ടല്ലോ? ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ എന്നാണല്ലേ? അത് ശരി തന്നെ. ഒന്ന് ചീഞ്ഞാലല്ലേ മറ്റൊന്നിന് വളമാകൂ. ഇവിടുത്തെ പണിയെല്ലാം ഞാൻ തന്നെ ചെയ്യണം. എനിക്കെന്നും അടുക്കളപ്പണി തന്നെ. പോകുന്നതൊക്കെ കൊള്ളാം. ആരെങ്കിലും എന്നെ കുറിച്ച് അന്വേഷിച്ചാൽ കൂടുതൽ വിസ്തരിക്കാൻ നിൽക്കണ്ട. സൂമിൽ കൂടെയോ യൂട്യൂബിൽ കൂടെയോ പ്രസംഗം കേട്ടുകൊണ്ട് ഇരിക്കുവാണെന്ന് പറഞ്ഞാൽ മതി. അവിടെ അത്ഭുതങ്ങൾ വല്ലതും നടന്നാൽ നീ അപ്പോൾ തന്നെ ഇൻസ്റ്റയിലും FB-യിലും പോസ്റ്റ് ചെയ്തോണം. ഞാൻ കണ്ടോളാം. ഓ, നമ്മുടെ സ്റ്റീവിന്റെ ബർത്ത്ഡേ ആണല്ലേ? ഇരിക്കട്ടെ, ഇവനൊരു ഹാപ്പി ബർത്ത്ഡേ. ഓ, നമ്മുടെ സൗമ്യയുടെയും ജോബിച്ചേട്ടന്റെയും വെഡിങ് ആനിവേഴ്സറി ആണല്ലേ? 15 വർഷമോ? ഇവിടെ ഒന്നും കണ്ടാല് പ്രായം തോന്നുകയേ ഇല്ല. ഇവളുടെ വീട്ടിലാണെങ്കിൽ എന്നും വഴക്കാം. ഇവൾക്കും ഇരിക്കട്ടെ ഒരു ഹാപ്പി ആനിവേഴ്സറി. അയ്യോ, സമയം പോയത് അറിഞ്ഞില്ല. പണിയൊന്നും ആയിട്ടും ഇല്ലല്ലോ. ശലോമി, റബേക്ക, സാറ, നവോമി, റമാലി, ഷേബ, റൂത്ത് എല്ലാവരും ഉണ്ടല്ലോ. എടി ശലോമി, എന്നാടി നിനക്ക് വയസ്സായോ? വടിയും കുത്തി നടക്കുന്നത്. നല്ല ഭംഗിയുള്ള വടിയാണല്ലോ ഇത്. എടി മാത്തേ, ഇതെനിക്ക് വയസ്സായിട്ടൊന്നും അല്ല. ഇത് മോശം ഉപയോഗിച്ച അംശവടിയാ. ഞാനിതേ നമ്മുടെ തോംസൺ മാങ്കിലില്ലേ, പുള്ളിയുടെ കയ്യിൽ നിന്നും വില കൊടുത്ത് വാങ്ങിയതാ. 100-200 അല്ല, 25 ലക്ഷമാണ് കൊടുത്തത്. നീ എന്തെടുക്കുമായിരുന്നു? എന്തേ വരാതിരുന്നത്? മറിയോ ലാസറും മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു. യൂട്യൂബിൽ തന്നെ ഈശോയുടെ ഗിരിപ്രഭാഷണം കേട്ടുകൊണ്ട് മട്ടൺ സ്റ്റൂ ഉണ്ടാക്കുമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഈശോയുടെ പ്രസംഗം? വളരെ അനുഗ്രഹീതമായ പ്രസംഗമായിരുന്നു. നമ്മുടെ റോണേഷ് അച്ഛനും എബിനച്ചനുമായിരുന്നു എല്ലാത്തിനും നേതൃത്വം കൊടുത്തത്. എനിക്ക് അത്രയും രസമൊന്നും തോന്നിയില്ല. 9 ദിവസം ഇതൊക്കെ തന്നെയല്ലേ കേൾക്കുന്നത്. ഞാൻ കുറച്ച് സമയം സമാധാനത്തോടെ ഉറങ്ങി. അല്ലെങ്കിലും നീ കൈകാര്യം നിസ്താരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ചായയും പഴംപൊരിയും കഴിക്കാനല്ലേ പോകുന്നത്? അല്ല, ഇത്രയും ആഘോഷത്തിനിടയിലും നമ്മുടെ ജോസച്ചനെയും ബിനോദച്ചനെയും എവിൻ ബ്രദറിനെയും കണ്ടില്ലല്ലോ. നല്ല പനിയും നടുവിനും വേദനയും വച്ചാണോ? അല്ല, നമ്മുടെ മനുബ്രദറും റോബിനുമായിരുന്നോ ഗാന ശുശ്രൂഷ? മാത്തേ, എന്റെ സഹായം വല്ലതും വേണോ? എടില്ലയാ, ആ പച്ചക്കറി ഒന്ന് അരിഞ്ഞു തരുമോ? അയ്യോ, ഇപ്പോഴാണ് ഞാൻ ഓർത്തത്. അച്ചായൻ ഓഫീസിൽ നിന്ന് വരാറായി. എന്നാ ഞങ്ങൾ പോകട്ടെ? അവളുടെ പച്ചക്കറി ഇട്ടിട്ട് വേണം എന്റെ കൈ പറയാറ്. ഇന്നലെ പെടിക്കൂർ ചെയ്തിട്ട് വന്നേ ഉള്ളൂ. മാത്തേ, പണിയെല്ലാം കഴിഞ്ഞോ? മറിയേ, എന്ത് പറയാനാ? സമയം പോയത് അറിഞ്ഞില്ല. എന്തായാലും നീ വന്നില്ലേ, ഇനിയിപ്പോൾ നമുക്ക് പണി തുടങ്ങാം. ലാസറച്ചായ, സാധനമെല്ലാം കിട്ടിയില്ലേ? ഓ, എല്ലാം വാങ്ങിയിട്ടുണ്ട്. ഞാൻ കുത്തുപാളയും എടുത്തു. അയ്യോ ലാസറച്ചായ, നമ്മുടെ മദറിനോട് മറ്റൊന്ന് വിളിച്ചു പറഞ്ഞേ ഈശോ വരുന്നുണ്ടെന്ന്. എനിക്ക് അല്ലേലും അറിയാമായിരുന്നു നീ ഇൻസ്റ്റയും FB തോട്ടിക്കൊണ്ട് ഇവിടെ ഇരിക്കുമായിരുന്നെന്ന്.
പിന്നെ നിന്റെ ഫ്രണ്ട്സും വന്നു കാണും. നീ ഒന്ന് പോടി. ഈ നാട്ടുകാർക്കെല്ലാം അറിയാം ഈ വീട്ടിൽ പണി ചെയ്യുന്നത് ആരാണെന്ന്. ഓ, ഇവളുമാരെ കൊണ്ട് ഒരു പരിപാടിയും നടക്കില്ല. അവസാനം കൈരളിയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കേണ്ടി വരും. എടാ നാസർ, ദേ ഈശോ അലമ്പാടിയിലെത്തി. ഈ വീട് എന്താ പന്നിക്കൂട് പോലെ കിടക്കുന്നത്? മാർത്തേ, നീ ഇത്രയും സമയം ഇവിടെ എന്താ ചെയ്തേ? ദേ മനുഷ്യ, എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ കുറ്റം പറയുന്നു. ഞാൻ ഒഴിച്ച് ഇവിടെ എല്ലാരും പ്രാർത്ഥനക്കാരാ. മറിയം, നീ വേഗം ഒന്ന് വന്നേ. ഇനി എന്തെല്ലാം പണി ബാക്കി കിടക്കുന്നുണ്ട്. ലാസറച്ചായ, ഇവിടെ ഡിന്നർ ഒന്നും ആയിട്ടില്ല. അറ്റ്ലീസ്റ്റ് ആ ട്രിപ്പിൾ ആറിൽ നിന്ന് ആൽഫാമെങ്കിലും ഒന്ന് ഓർഡർ ചെയ്യേ. മർത്തേ, നീ പലതിനെ കുറിച്ചും ഉൾക്കൊണ്ടാകുകയും അസ്വസ്ഥയുമായിരിക്കും. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തേക്കും. അത് അവിടെ നിന്ന് എടുക്കപ്പെടുകയില്ല. എന്നെ അടുത്തിരിക്കാൻ പറ്റാത്ത തിരക്ക് നല്ലതല്ല, നല്ലതിനുമല്ല. എല്ലാ ശുശ്രൂഷയ്ക്കും അതിൻ്റെതായ മേന്മയുണ്ട്. എല്ലാവരെയും വ്യത്യസ്തമായ ശുശ്രൂഷ നിർവഹണത്തിനാണ് ഞാൻ വിളിച്ചിരിക്കുന്നത്. എന്നാൽ ജീവിത തിരക്കുകൾക്കിടയിലും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക എന്നതായിരിക്കണം നിങ്ങളുടെ ജീവിത ലക്ഷ്യം.